ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. അതായത് മഗ്രിബിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പുറത്ത് പോവുകയാണ്. ഞാനുണ്ട്, ഇക്ക ഉണ്ട്, മക്കളുണ്ട്, പിന്നെ ബാപ്പ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ബാപ്പായി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് കാണിച്ചില്ല. വഴി കുറേ ഷിയാക്കളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എൻ്റെ ക്യാമറയിലൊന്ന് പതിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾ സൈത്തൂണിലോട്ടാണ് പോകുന്നത്. സൈത്തൂൺ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ചെന്നൈയിൽ? അങ്ങനെ സൈത്തൂണി വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ ഇവിടെ വന്നതെന്നാണോ ആലോചിക്കുന്നത്? വഴിയേ മനസ്സിലാകും കേട്ടോ. വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഞാനും ഇക്കായും മക്കളും ബാപ്പായും കൂടെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ദിവസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടേബിളിന് വേണ്ടി. അങ്ങനെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. ലൈറ്റും അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നിലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ സൈത്തൂൺ മനസ്സിലാവും കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് സൂപ്പായിരുന്നു. അപ്പോൾ സൂപ്പ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തുടച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഫിഷ് ഫിംഗറാണ്. കാരണം ഞങ്ങളുടെ ബാപ്പ ആണെങ്കിൽ മട്ടനും ബീഫും ചിക്കനും ഒന്നും കഴിക്കത്തില്ല. അത് കാരണം ബാപ്പായ്ക്ക് വേണ്ടി ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തിട്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ടിക്കാണ്, മട്ടൻ ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്ത് ചിക്കൻ ടിക്കായിരുന്നു. പിന്നീട് ഞങ്ങൾ അടിപൊളി ഒരു ഫിഷ് തവ ഓർഡർ ചെയ്തു കേട്ടോ. ഈ ഫിഷ് തവ കഴിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ സൈത്തൂണി വരുന്നത്. കാരണം ഇതിൻ്റെ മസാല ഒരു രക്ഷയില്ല. പല ഹോട്ടലിലും പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതേപോലത്തെ മസാലയുള്ള ഫിഷ് തവ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. ഇവരിത് ഇളക്കി മാറ്റി തരുന്ന കണ്ടില്ലേ, ഇതിൻ്റെ മുള്ള് സെപ്പറേറ്റ് ആക്കി നമുക്ക് ഓരോ പ്ലേറ്റിൽ ഇവർ സെർവ് ചെയ്ത് തരുന്ന കണ്ടില്ലേ ഓരോരുത്തർക്കും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സലാഡാണ് കേട്ടോ. ഇത് ഫത്തുഷ് സലാഡല്ല, വേറൊരു സലാഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സലാഡാണ്. പിന്നീട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു, എന്താണ്, ഷവർമ്മ. അങ്ങനെ ഷവർമ്മ 3 പ്ലേറ്റ് ഷവർമ്മ ഓർഡർ ചെയ്തു. പിന്നെ ബാപ്പായ്ക്ക് ചപ്പാത്തിയും അതേപോലെ തന്നെ ഞങ്ങൾ നെയ്മീൻ്റെ ഒരു നല്ല അടിപൊളി, എന്താണ്, കുറുമയാണോ എന്താ സംഭവം, നല്ല കാഷ്നട്ടൊക്കെ അരച്ച് ചേർത്ത് അടിപൊളി ഒരു കുറുമയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, അത് ഒരു രക്ഷയുമില്ല. പിന്നെ ഞങ്ങൾ പിന്നെ കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം ഇവർ നമുക്ക് കുറച്ച് ചൂടുവെള്ളവും അതേപോലെ തന്നെ ലെമണും കൊണ്ടുതരും, കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ. പിന്നീട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫലൂഡയാണ് ലാസ്റ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ പല ടൈപ്പ് ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഫലൂഡ ഓർഡർ ചെയ്തെങ്കിലും 6 ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ടെൻഡർ കോക്കനട്ട്, പിന്നെ അതേപോലെ തന്നെ നട്ട്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ സ്ട്രോബെറി, അങ്ങനെ പല ടൈപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഓരോ വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വയ്യായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂഡയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് ഈ മസാല ഫിഷിൻ്റെ അതേപോലെ തന്നെ ഈ ഫലൂഡ ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് ബാപ്പ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ബാപ്പ ഭയങ്കര ഹാപ്പിയിലാണുള്ളത്, വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇത് ബാപ്പായെ ഞങ്ങൾ സർപ്രൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഭയങ്കര ഒരു സർപ്രൈസ് ഇവരെല്ലാവരും എനിക്ക് ലാസ്റ്റ് തരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം അവസാന വീഡിയോയിൽ. ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ് കേട്ടോ, കേക്ക് ഓർഡർ ചെയ്തതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ വിളിച്ച് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം എൻ്റെ പിറന്നാളെന്ന് പറയുന്നത് നാളെയാണ് കേട്ടോ. അപ്പോൾ ഇന്നല്ലല്ലോ. അപ്പോൾ അത് കാരണം ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് കാരണം ഇത് എനിക്ക് സർപ്രൈസായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ബാപ്പായും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ സൈത്തൂണി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒന്നും ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവരെല്ലാവരും സർപ്രൈസ് ആക്കി വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അക്കും അമ്മും ഒക്കെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും കുടുക്കവഞ്ചിയുണ്ട്. അതായത് ഞങ്ങൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ പൈസ അല്ല ഇവർ ഇടയ്ക്ക് ഞങ്ങൾ ഡെയിലി 20 റുപ്പീസും 10 റുപ്പീസും ഒക്കെ കൊടുക്കാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി. അത് ഇവർ ചിലവാക്കാതെ ഇവരുടെ കുടുക്കവഞ്ചിയിൽ ഇങ്ങനെ ഇട്ട് സേവ് ആക്കി അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അതായത് ഈ കേക്ക് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വയ്യ കേട്ടോ. അത് കാരണം ഞങ്ങൾ ബാലൻസ് പാക്ക് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോവാണ് കേട്ടോ. ഇവിടെ ഉള്ളവരെ എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും ബായ് പറഞ്ഞു വിടുകയാണ്. കാരണം ഞങ്ങളിപ്പോൾ റെഗുലർ കസ്റ്റമറായി ഇവിടുത്തെ. അത് കാരണം മക്കൾ എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ബർത്ത്ഡേയുടെ അന്ന് തന്നാൽ മതി, ഇന്ന് ബർത്ത്ഡേ അല്ലല്ലോ. അത് കാരണം എനിക്ക് ബർത്ത്ഡേ അന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. മക്കൾക്ക് കുടുക്കവഞ്ചിയൊക്കെ പൊട്ടിച്ചപ്പോൾ കുറേ പൈസ
ചെയ്തിട്ടുണ്ട്. അമ്മൂനൊരു 1500, കിച്ചുവിന് 2000 കണ്ടുണ്ടായിരുന്നു, അക്കൂട്ടനും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പൈസയ്ക്ക് അവർ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവസാനം വീഡിയോയിൽ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ സമയം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാപ്പായും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ആ സൈത്തൂണിൽ പോയി കഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാപ്പായും ഉമ്മായും വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം ഞാൻ കാണിച്ചു തരാം എത്രയെന്ന്. വന്ന് കയറുകയാണ്, 11:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു 1 hours ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ വന്ന് എല്ലാവരും വന്ന് കയറി, എല്ലാവരും ടയേർഡായി. അക്കൂട്ടം നേരെ കേക്കും കൊണ്ട് ഫ്രിഡ്ജിലോട്ടാണ് പോകുന്നത്, ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ് കേട്ടോ. 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ കാണിക്കുന്നത് രാത്രി 12 മണിക്കുള്ളതാണ്. ഇവരെനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ട് ഇത് പൊട്ടിക്കുവാണ്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് ഒരാൾ അയച്ച് തന്നതാണ് കേട്ടോ. അത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, അതുപോലെ തന്നെ എൻ്റെ ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെയുള്ള ഒരാളാണ് നമുക്കിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്താണെന്ന് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അക്കുനും അമ്മൂനും കിച്ചുവിനും ഒക്കെ ഇത് അറിയാമായിരുന്നു, ഈ ഗിഫ്റ്റിൻ്റെ കാര്യം. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി 12 മണിക്ക് ഓപ്പൺ ചെയ്യിപ്പിക്കാനുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഫ്രെയിം ചെയ്തതായിരുന്നു. അങ്ങനെ കുറേ ചോക്ലേറ്റും അതേപോലെ തന്നെ ലേഡീസ് കണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഷെമീന എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ 4 സ്പ്രേ ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാനത് സ്മെല്ല് ചെയ്തൊന്നും നോക്കിയില്ല. പിന്നെ കുറേ കിക്കാറ്റും അതേപോലെ തന്നെ ഡയറി മിൽക്സും അതേപോലെ തന്നെ ഗാലക്സിയുടെയും അതേപോലെ സ്നിക്കേഴ്സ്, അങ്ങനെ കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. കാരണം അക്കുനും അമ്മൂനും കിച്ചുവിനും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റാണ് ഇതിനകത്ത് അയച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്നിക്കേഴ്സ്, അങ്ങനെ കിച്ചുവിന് ഇഷ്ടപ്പെട്ടത് കിക്കാറ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. അക്കുനും ഗാലക്സി, അമ്മൂന് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതാണ് ഇതിനകത്ത് അയച്ചു തന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതിനകത്തൊരു ചെറിയൊരു ക്യൂട്ടായിട്ടൊരു ഒരു ചെയിൻ ഉണ്ടായിരുന്നു, ചെറുത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങളിതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെ രാത്രി 12 മണിക്കാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്തത്. അക്കും അമ്മും എല്ലാം സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു എൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ അയച്ചു തന്നതൊന്നും എന്നോട് പറഞ്ഞില്ല, ഇതെന്താ ഇതിനകത്തുള്ളതെന്നുള്ള പറഞ്ഞിട്ടില്ലായിരുന്നു സാധനം. അങ്ങനെ പിന്നീടാണ് ഞങ്ങളിത് പൊട്ടിച്ച് നോക്കിയത്. പിന്നീട് കിച്ചു എനിക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചു ഇതേ ഓട്ടോ ഒക്കെ പിടിച്ചാണ് എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വരുന്നത്. അക്കു ആണെങ്കിൽ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് ടേബിളിൻ്റെ പുറത്തോട്ട് സെറ്റ് ചെയ്തിട്ട് പിറന്നാളിൻ്റെ അന്ന് എന്നോട് പറയുക കട്ട് ചെയ്യാൻ. അക്കു പറയുവാണ്, ഞാൻ അക്കു അമ്മു മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇവരെന്നെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ്. അന്ന് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ ഞങ്ങൾ ആ കേക്ക്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവർ വാങ്ങിച്ച് തന്ന ഗിഫ്റ്റ് എനിക്ക് തരാൻ വേണ്ടിയാണ് കേട്ടോ. 3 പേര് എനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ. ഈ ഗിഫ്റ്റ് ഇവർ എൻ്റെ മൈൻഡ് മനസ്സിലാക്കി വാങ്ങിച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ 1 മാസം കൊണ്ട് ഇവർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഉമ്മിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തോ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ നിന്ന് ചോദിച്ച് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇവർ അതിനനുസരിച്ചാണ് ഇവരെനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നേക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ആഗ്രഹിച്ച എന്താണോ അതാണ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇവർ 1 മാസം കൊണ്ട് എൻ്റെ മൈൻഡ് എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കി. ഞാനൊരു ബാഗ് ഇങ്ങനത്തെ ഒരു വാങ്ങണമെന്ന് ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന മൊത്തം ഹാൻഡ് ബാഗ് ആയിരുന്നു ഇങ്ങനെ തൂക്കിയിടുന്നത്. അപ്പോൾ ഞാൻ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ബാക്കിലോട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന ബാഗ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അമ്മു അത് വാങ്ങിച്ചു തന്നു. പിന്നെ അമ്മു പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്ലേറ്റ് അല്ല ഉദ്ദേശിച്ചത്, അമ്മ വാങ്ങിച്ച പ്ലേറ്റ് വേറെ പ്ലേറ്റാണ്. പിന്നെ അക്കുവാണ് എനിക്കൊരു തവ മേടിച്ച് തന്നിട്ടുണ്ടായത്. ഇത് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുവാണ്, എനിക്ക് പോകാൻ ഷോപ്പിൽ പോയി മേടിക്കാൻ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. അത് കാരണമാണ് ഞാൻ ഒന്നിനും പോകാത്തത്. മേടിക്കണം കുറേ നാളുകൊണ്ട് വിചാരിക്കുക, പക്ഷേ എനിക്ക് പോകാൻ സമയം കിട്ടത്തില്ല. കാരണം രാവിലെ ഷോപ്പിൽ പോകുന്നത് ഞാൻ വൈകുന്നേരം 7 മണിക്കാണ്. പിന്നെ എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്. പിന്നെ ഇവർക്കൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ പോയി വാങ്ങിച്ചത്. കിച്ച് വാങ്ങിച്ച് തന്നെയാണ്. ഇത് കണ്ടില്ല, കറി വിളമ്പുന്ന കുറേ ഡിഷും അതുപോലെ തന്നെ ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ ടീയും അതുപോലെ തന്നെ അത് നമ്മളെന്താണ് ടീ പൗഡർ, ഷുഗർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന കുറച്ച് ബോട്ടിൽ വേണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന ഗ്ലാസ് ബോട്ടിൽ, അതെല്ലാം, പിന്നെ ഉപ്പിടുന്ന ഭരണി, ഇതൊക്കെ കിച്ചു എനിക്ക് വാങ്ങിച്ചു തരുന്നത് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കണമെന്ന് കുറേ നാളോട്ട് വിചാരിക്കും, പക്ഷേ എനിക്ക് ഇറങ്ങിപ്പോകാൻ സമയമൊന്നും കിട്ടാനതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. കാരണം എനിക്ക് പോകാൻ സമയം കിട്ടാത്തത് കാരണം. അത് കാരണം കിച്ചു എനിക്കിന്ന് കറക്റ്റായിട്ട് എല്ലാം വാങ്ങിച്ചോണ്ട് തന്നെ. കിച്ചു പറയുന്ന കേട്ട് ഇത് ഒരു കിച്ചിൻ്റെ കയ്യിലുള്ള പൈസേനേക്കാളും കൂടുതൽ പൈസ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.